ഹലോ കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷംസീറാണ്. നമ്മുടെ ഇൻവിസിബിൾ യൂണിവേഴ്സ് എന്ന ചാനലിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ മനുഷ്യശരീരത്തെക്കുറിച്ചുള്ള ആദ്യത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞതിൽ വലിയ സന്തോഷം. അന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങളെക്കാൾ എത്രയോ വലിയ അത്ഭുതങ്ങളാണ് ഇനിയുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മനുഷ്യശരീരമെന്ന ഈ അദ്ഭുത പ്രപഞ്ചത്തെക്കുറിച്ചുള്ള രണ്ടാം ഭാഗമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ആദ്യ ഭാഗം കാണാത്തവർ അത് കണ്ടതിനുശേഷം ഇത് കാണാൻ ശ്രമിക്കുക. നമുക്ക് നമ്മുടെ അസ്ഥികളെക്കുറിച്ച് തന്നെ തുടങ്ങാം. പുറമെ നിന്ന് നോക്കുമ്പോൾ വെറും കട്ടിയുള്ള കുറച്ച് എല്ലുകൾ എന്ന് തോന്നുമല്ലോ. എന്നാൽ ഈ അസ്ഥികൾക്ക് ഉള്ളിൽ ബോൺ മാരോ എന്നൊരു അദ്ഭുത ലോകമുണ്ട്. അവിടെയാണ് നമ്മുടെ ഓരോ തുള്ളി രക്തവും ജനിക്കുന്നത്. ഒരു സെക്കൻഡിൽ ഏകദേശം 20 ലക്ഷം ചുവന്ന രക്തകോശങ്ങളാണ് നമ്മുടെ എല്ലുകൾക്കുള്ളിൽ നിർമ്മിക്കപ്പെടുന്നത്. അതായത് നമ്മുടെ ശരീരം ഒരു നിമിഷം പോലും വിശ്രമിക്കാതെ പുതിയ രക്തം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രക്തചംക്രമണത്തെക്കുറിച്ച് ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ ശരീരത്തിലെ ഓരോ കുഞ്ഞു രക്തക്കുഴലുകളും എടുത്തു നീളത്തിൽ വെച്ചാൽ അത് ഭൂമിയെ 2 വട്ടം ചുറ്റാൻ ആവശ്യമായത്ര നീളമുണ്ടാകും. ഇത്രയും വലിയൊരു ദൂരത്തേക്ക് രക്തം എത്തിക്കാൻ നമ്മുടെ ഹൃദയം എടുക്കുന്ന ആ അധ്വാനമുണ്ടല്ലോ, അത് ലോകത്തിലെ ഏറ്റവും മികച്ച എഞ്ചിനീയറിംഗ് അത്ഭുതമാണ്. നമ്മൾ ശാന്തമായി ഇരിക്കുമ്പോൾ പോലും നമ്മുടെ ഹൃദയം അതിന്റെ ജോലി കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കും. ഇനി നമ്മുടെ ശ്വാസകോശത്തിലേക്ക് വരാം. നമ്മൾ ഓരോ തവണ ശ്വാസമെടുക്കുമ്പോഴും നമ്മുടെ ശ്വാസകോശം വികസിക്കുന്നത് നിങ്ങൾക്കറിയാം. എന്നാൽ ഇതിനുള്ളിൽ ഏകദേശം 30 കോടി ചെറിയ വായു അറകളുണ്ട്, അൽവിയോലായി. ഇവയൊക്കെ കൂടി പരത്തി വിരിച്ചാൽ ഒരു ടെന്നീസ് കോർട്ടിന്റെ അത്രയും വലിപ്പമുണ്ടാകും. അത്രയും വലിയൊരു സംവിധാനമാണ് നമ്മുടെ ഈ കുഞ്ഞു നെഞ്ചിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. നമ്മൾ ശ്വസിക്കുന്ന വായുവിൽ നിന്ന് ഓക്സിജനെ വേർതിരിച്ച് രക്തത്തിലേക്ക് കലർത്തുന്ന ഈ പ്രവർത്തനം എത്ര സങ്കീർണമാണെന്ന് ആലോചിക്കണം. നമ്മുടെ ചർമ്മത്തെക്കുറിച്ച് പറഞ്ഞാൽ അത് ലോകത്തിലെ ഏറ്റവും മികച്ച സ്മാർട്ട് വാട്ടർ പ്രൂഫ് ജാക്കറ്റാണ്. പുറത്തുള്ള അണുക്കളെ ഉള്ളിൽ കടക്കാതെ സംരക്ഷിക്കുകയും ശരീരത്തിലെ ചൂട് കൂടുമ്പോൾ വിയർപ്പിലൂടെ അത് നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഈ ചർമ്മം ഓരോ 28 ദിവസത്തിലും സ്വയം പുതുക്കിക്കൊണ്ടിരിക്കും. നമ്മൾ അറിയുന്നില്ലെങ്കിലും നമ്മൾ ഓരോ മാസവും പുതിയൊരു ചർമ്മത്തിലാണ് ജീവിക്കുന്നത്. ഇനി നമ്മുടെ തലച്ചോറിന്റെ കപ്പാസിറ്റിയെക്കുറിച്ച് ഒരു കഥ പറയാം. ലോകത്തിലെ ഏറ്റവും വലിയ ലൈബ്രറിയിലെ പുസ്തകങ്ങളെല്ലാം ഡിജിറ്റൽ ആക്കി മാറ്റിയാൽ അത് സൂക്ഷിക്കാൻ എത്ര വലിയ മെമ്മറി കാർഡ് വേണ്ടിവരും? എന്നാൽ മനുഷ്യന്റെ തലച്ചോറിന് ഏകദേശം 2.5 പെറ്റബൈറ്റ്സ് വിവരങ്ങൾ ശേഖരിക്കാൻ കഴിവുണ്ട്. അതായത് 30 ലക്ഷം മണിക്കൂർ ദൈർഘ്യമുള്ള വീഡിയോകൾ നമ്മുടെ തലച്ചോറിൽ സൂക്ഷിക്കാം. നമ്മൾ ജനിച്ചത് മുതൽ കണ്ട കാഴ്ചകളും കേട്ട ശബ്ദങ്ങളും എല്ലാം അവിടെ എവിടെയോ സുരക്ഷിതമായി ഇരിപ്പുണ്ട്. മറ്റൊരു രസകരമായ കാര്യം നമ്മുടെ പേശികളെക്കുറിച്ചാണ്. നമ്മൾ വെറുതെ ഒന്ന് ചിരിക്കുമ്പോൾ പോലും നമ്മുടെ മുഖത്തെ 17 പേശികളാണ് ഒരേ സമയം പ്രവർത്തിക്കുന്നത്. നമ്മൾ നടക്കുമ്പോൾ 200-ലധികം പേശികൾ ഒരേ താളത്തിൽ ചലിക്കുന്നു. ഈ കോർഡിനേഷൻ നടത്തുന്നത് നമ്മുടെ നാഡീവ്യൂഹമാണ്. ശരീരത്തിന്റെ ഒരു ഭാഗത്ത് ഒരു സ്പർശനം ഉണ്ടായാൽ അത് തലച്ചോറിൽ എത്തുന്നത് മണിക്കൂറിൽ 400 കിലോമീറ്റർ വേഗതയിലാണ്. അതുകൊണ്ടാണ് നമ്മൾ അറിയാതെ തന്നെ ചൂടുള്ള പാത്രത്തിൽ നിന്ന് കൈ വലിക്കുന്നത്. സുഹൃത്തുക്കളെ, ഇത്രയും സങ്കീർണമായ ഒരു യന്ത്രമാണ് നാം ഓരോരുത്തരും. ഇതൊക്കെ ആലോചിക്കുമ്പോൾ നമ്മുടെ ശരീരത്തെ കൂടുതൽ സ്നേഹിക്കാനും അതിനെ ആരോഗ്യത്തോടെ സംരക്ഷിക്കാനും നമുക്ക് തോന്നില്ലേ? ഈ രണ്ടാം ഭാഗത്തിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പുതിയൊരു അറിവായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. ഇൻവിസിബിൾ യൂണിവേഴ്സിലെ മറ്റൊരു അറിവുമായി ഞാൻ വീണ്ടും എത്തും. അതുവരെ നിങ്ങളുടെ സ്വന്തം ഷംസീർ. നന്ദി, നമസ്കാരം.